ഹായ് ഗൈസ്, ഞാനിന്ന് എൻ്റെ വീട്ടിലാണ് കേട്ടോ. ഞാൻ എന്തപ്പം ഈ വീഡിയോ ഇങ്ങനെ ഇടണെന്നാവും നിങ്ങൾ ചിന്തിക്കണ്ടാവുക. ഇന്ന് അടിപൊളി വെയില. ഞാൻ സാധാരണ മഴ മാത്രമാണ് പറയാറുള്ളൂ, അടിപൊളി മഴയാണെന്ന് പറയാറുള്ളൂ. ഇന്ന് അടിപൊളി വെയില. നമ്മൾ സാധാരണ ആളുകളുടെ രണ്ട് ഭാഗം പറയണമെന്ന് പറയാ. ഇതൊരു ഉദാഹരണം പറഞ്ഞു എന്നുള്ളൂ. നല്ലതും പറയണം, പൊട്ടിയും പറയണം. നിങ്ങൾ പറയില്ലേ, മോശം മാത്രം അല്ലെങ്കിൽ ഇങ്ങനെ കുറ്റം പറയാൻ മാത്രം ഇഷ്ടമുള്ള ആൾക്കാർ കുറേ ഉണ്ട്. നമ്മളങ്ങനെയല്ല, രണ്ടും പറയും. നല്ലത് കണ്ടു കഴിഞ്ഞാൽ നല്ലതെന്ന് പറയാൻ വേണം. അതിനെല്ലാം നാവ് തന്നിട്ടുള്ള എന്തിനാ? കുറ്റം പറയാനും നുണ പറയാനും മേഷണി പറയാനും മാത്രമല്ല. ഞാൻ അങ്ങനെ വിചാരിച്ച ആദ്യം, പിന്നെ മനസ്സിലായി അങ്ങനെയൊന്നല്ല. നമ്മൾ നല്ലതും പറയണം, പൊട്ടിയും പറയണം. ഇന്ന് അടിപൊളി വെയില. ചെറിയൊരു മങ്ങിച്ചുണ്ടെങ്കിലും അടിപൊളി വെയില്. അപ്പം ഞാൻ എൻ്റെ യൂട്യൂബ് പ്രോഗ്രാമുള്ള സാധനങ്ങൾ കംപ്ലീറ്റ് എടുത്ത് വെയിലത്ത് എടുത്തിട്ടു. എന്തുട്ടാ വെയില്! ഓ, അപ്പൊ നമ്മൾ ചെയ്യേണ്ട ഇതിലൊക്കെ ഒരു മെസ്സേജുകൾ ഉണ്ട്. നിങ്ങൾ ഈ പ്രോഗ്രാം കാണുമ്പോൾ വെറുതെ ഈ വള്ളി പൊട്ടിയ പോലെ അല്ലെങ്കിൽ ഇപ്പോൾ പുളി പരിപാടി, കിടുപ്പരിപാടി അങ്ങനെ കാണരുത്. ഇത് ഒരു ചെറിയൊരു മോട്ടിവേഷൻ ട്രെയിനർ എന്നുള്ള കണ്ടീഷൻ നിലയ്ക്ക് ഞാനിപ്പോൾ അവിടെ നമ്മുടെ അവിടെ പുനർജീവനിലൊക്കെ ചിലപ്പോൾ ക്ലാസ്സുകളിലൊക്കെ പറയണ പോലെ നമ്മൾ പറയുന്ന വിഷയങ്ങളിൽ ബന്ധപ്പെട്ട് ചില കാര്യങ്ങളൊക്കെ വരും. അതായത് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, നമ്മളിപ്പോൾ ഒരാളെ കണ്ടു കഴിഞ്ഞു. അപ്പം ഞങ്ങളോട് അവിടെ പഠിക്കുമ്പോൾ ജെയിംസ് ചേട്ടൻ എന്ന് പറഞ്ഞൊരു ചേട്ടനാണ് ഞങ്ങളെ പഠിപ്പിക്കാറ്. അപ്പോൾ അയാൾ ഞങ്ങളെ പഠിപ്പിക്കുമ്പോൾ പറയണ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളൊരാളെ കാണുമ്പോൾ പറയും, നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ. നമ്മുടെ ഗടി പറയണ പോലെ, നിങ്ങൾ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ എന്ന് പറഞ്ഞു നോക്കിയേ. ഒരു പെൺകുട്ടീനെ കണ്ടു നമ്മൾ പറയണല്ലോ, ഒരു ആൺകുട്ടീനെ കണ്ട് പറയണം നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ എന്ന് പറയുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു മനസ്സിന്റെ ഒരു സന്തോഷമുണ്ട്. നേരെ മറിച്ച് നമ്മളിപ്പോൾ ഒരു കുറ്റം കാണാൻ വേണ്ടി മാത്രം ഇരിക്കരുത്. ചില ആൾക്കാർ എൻ്റെ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ പറയും, ഇതെന്താ അവിടെ ഇങ്ങനെ ഇരിക്കണേ, നിനക്കത് മാറ്റി വെക്കായിരുന്നില്ല ഇങ്ങട്, ഈ സാധനം എന്താ ഇവിടെ ഇരിക്കണേ, ഇത് അങ്ങോട്ട് മാറ്റി. അപ്പോൾ നമ്മൾ അത് അവരുടെ കണ്ണി കൂടെ നോക്കുമ്പോൾ, നമ്മൾ ഓരോരുത്തരുടെ കണ്ണി കൂടെ നോക്കുമ്പോഴേ, നമ്മളിപ്പോൾ പണ്ടത്തെ കോഫി അന്നൻ ഐക്യരാഷ്ട്ര സംഘടനയുടെ മെയിൻ ആയിരിക്കുന്ന സമയത്ത് ആൾ പറഞ്ഞു, നമ്മളൊരു ബ്ലാക്ക് ബോർഡിൽ ഒരു കുത്തിട്ടിട്ട് ഒരു കുട്ടിയോട് ചോദിച്ചു അതെന്താന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞു ഒരു ഡോട്ട് കണ്ടെന്ന് പറഞ്ഞു. അതായത് ഒരാളുടെ നമ്മൾ മോശമായിട്ടുള്ള ഒരു ഭാഗം മാത്രം കാണാനാണ് ഇന്നത്തെ ആളുകൾക്ക് താല്പര്യം, ഞാനടക്കമുള്ളവർക്ക്. ഇനിയിപ്പോൾ വേറെ മാറ്റി നിർത്തണമെന്നില്ല. അപ്പോൾ നമ്മളെപ്പോഴും, അപ്പോൾ വേറൊരു കുട്ടി പറഞ്ഞു ബ്ലാക്ക് ബോർഡിൽ ഒരു കുത്ത് കണ്ടു എന്ന് പറഞ്ഞു. അപ്പോൾ ഓരോരുത്തർ ചിന്താഗതിയിലാണ് വ്യത്യാസം വരുന്നത്. അപ്പം നമുക്ക് അതിനു വേണ്ടി ശ്രമിക്കാമെന്നാണ് എനിക്ക് പറയുള്ളത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം കാണുമ്പോൾ നല്ല ഭംഗിണ്ടിട്ടാന്ന് പറയുമ്പോൾ ഒന്നും ഉണ്ടാവുമ്പോൾ ഇല്ല, നമുക്കിപ്പോൾ എന്തൊട്ട് നഷ്ടവും. ചിലപ്പോൾ അയാൾക്കൊരു വെയിറ്റ് ഒക്കെ വരും. നല്ലൊരു ഭക്ഷണം കഴിച്ചു, നമ്മൾ പറയുന്നത് നല്ല ഭക്ഷണം കേട്ടോ, കഞ്ഞി കുടിച്ചപ്പോൾ എയിമായിട്ടാന്നൊക്കെ പറയില്ല. അങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു എയിമ. നമ്മളിത് എന്തൊക്കെയത് പറയാനും മാറ്റി വയ്ക്കണേ പറയില്ല. നമ്മൾ വീട്ടിലുള്ള ഡ്രസ്സുകളൊക്കെ എടുത്തിട്ടു, നല്ലത് മാത്രം എടുത്തു വെച്ചു, അത് പിന്നേക്ക് ഇടാന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ പോണ സമയത്ത് ചിലപ്പോൾ തലക്കിൽ വെച്ചിട്ട് പോവുക. എൻ്റെ വീട്ടിൽ നമ്മൾ മന്ത്രകോടി എന്നൊക്കെ പറയും. ഈ മന്ത്രകോടി എന്ന് പറഞ്ഞാൽ ഒരു ദിവസമൊക്കെ അത് ഉപയോഗിക്കുള്ളൂ. പിന്നെ സാധനം അവർ മരിച്ചു പോകുമ്പോൾ തലയ്ക്ക് വെക്കാനൊക്കെ ഉപയോഗിക്കുകയാണ് കണ്ടിട്ടുള്ളത്. ഇനിയിപ്പോൾ അതിപ്പോൾ എത്രത്തോളം ശരിയാ തെറ്റാന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ അങ്ങനെ ചെയ്യണില്ല. ഞാൻ അത്യാവശ്യം ഡ്രസ്സുകളൊക്കെ എടുത്തിട്ടുണ്ട്, ഇപ്പോഴത്തെ കൂടെ കൊടുത്തിട്ട് കാണിച്ചു തരാനാണ്. അപ്പോൾ നമ്മുടെ കാണുന്നത് നമ്മുടെ പനമ്പോണ്ടുള്ള ഒരു സാധനങ്ങളാണ്. വീണ്ടും നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. ഡ്രസ്സുകളാണ്. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ജയലളിതരെ പോലെ അത്രയ്ക്കധികമൊന്നുമില്ല. സാരികളൊക്കെ ജയലളിത പറഞ്ഞിട്ടുള്ള പോലെ അത്രയ്ക്കധികമൊന്നുമില്ല, എങ്കിലും കുറച്ച് ഐറ്റംസുകളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഇതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ പ്രോഗ്രാമിന് ഇപ്പോൾ ഇതിപ്പോൾ നമ്മൾ പറയില്ല എന്തോരം എടുത്തു വെച്ചിട്ടുള്ള ഇപ്പോൾ ഇത് ഇടാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കും. പറ്റണത് ഇടുക, അല്ലാത്തവർ ഇടാൻ പറ്റുന്നവർ ഇടുക എന്ന് പറയുന്ന പോലെ. അപ്പോൾ ഇതൊക്കെ ഹാങ്ങറുകളാണ്. അത് നിങ്ങൾ ചോദിക്കണ്ടാവും, ഒരാൾക്കുള്ള ഡ്രസ്സുകൾ തന്നെയാണിത്.
ഹാങ്ങേഴ്സ് എന്ന് പറയുന്നത് ഒരു പ്രത്യേകതരം വെറൈറ്റി കളറുകളൊക്കെയാണ്. ഇതിലൊക്കെ ഒരു പ്രാന്തുള്ള ഒരു കൂട്ടത്തിലാണ്. അപ്പോൾ അത് നമ്മൾ വീട്ടിൽ വെറുതെ ഇരിക്കില്ല. പലരും ചോദിക്കുന്നുണ്ട് ഇപ്പോൾ എന്താ ഇവിടെ ഇരിക്കുന്നത്, എന്താ ചെയ്യണമെന്നൊക്കെ ചോദിക്കുമ്പോൾ പലരും പല ഉദ്ദേശം പറയണം. ഇപ്പോൾ വിവാഹം കഴിക്കാത്തവരിന് വേറെ ആൾക്കാർ പലതും പറയുന്നുണ്ട്. അപ്പോൾ ആൾക്കാർ പറയണത് നമുക്ക് നോക്കാൻ പറ്റുമോ? അപ്പോൾ അങ്ങനെയൊന്നും നമ്മൾ അങ്ങനെ എപ്പോഴും അങ്ങനെ ഇരിക്കുന്ന ആൾക്കാരല്ല. നമ്മൾ വീട്ടിലായാലും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കുത്തിപ്പിടിച്ച് നിൽക്കുക, എന്തെങ്കിലുമൊക്കെ നന്നാവുന്നേ. നമ്മൾ മനുഷ്യന്മാരിൽ ഇത് കൊട, ഈ കൊട വിട്ടാൽ പോവും. അപ്പോൾ നമ്മൾ വെറുതെ ഇരിക്കുകയല്ല, ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ ആളുകൾ പറഞ്ഞ പോലെ വേറെ പ്രത്യേകിച്ചൊന്നും ഇവിടെ സംഭവിക്കുന്നില്ല. അപ്പോൾ ആ കൊട നിങ്ങൾ കണ്ടില്ലേ? അപ്പോൾ അതാണ് ഇപ്പോൾ ഈ ഇങ്ങനത്തെ കാര്യങ്ങൾ. ഇങ്ങനെ സാധനങ്ങൾ പുറത്തേക്ക് ഇടുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെയിലൊക്കെ വന്നു കഴിഞ്ഞാൽ സാധനങ്ങൾ ഉണക്കണതൊക്കെ നന്നാവും. നമ്മളിപ്പോൾ വീണ്ടും ഈ സൈഡിൽ ഗാർഡൻ തന്നെയാണ് നമ്മൾ സ്ഥിരം കാണാറുള്ള പോലെ തന്നെ. നമ്മുടെ വാഗണാർ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ ടീമുകൾ സജ്ജമാണ്, അവരെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്ത് നമ്മൾ ഊട്ടി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അതുപോലെയുള്ളൊരു നല്ലൊരു പ്ലേസിലേക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വാഗണാർ എന്തിനും തയ്യാറായിട്ടിരിക്കുന്നു. ആൾ വണ്ടി ഗ്യാസാണ്, അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് നമുക്കൊരു ചെറിയൊരു പ്രതീക്ഷ. പിന്നെ ഇപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ ഗൈസ്, ഓക്കെ, താങ്ക് യു.